അങ്ങനെ ഗംഗാതീരത്ത് ജയദ്രഥൻ പരമേശ്വരനെ പ്രീതിപ്പെടുത്തുവാനായി ഘോരമായ തപസ് ആരംഭിച്ചു. ജയദ്രഥന്റെ തപസ്സിൽ സംപ്രീതനായ പരമേശ്വരൻ ജയദ്രഥന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ തപസ് എന്നെ പ്രീതിപ്പെടുത്തിയിരിക്കുന്നു വത്സ. പറയൂ, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ജയദ്രഥൻ പറഞ്ഞു, മഹേശ്വര, ഭക്തവത്സല, എനിക്ക് പാണ്ഡവർ 5 പേരെയും യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കഴിയണം. അതിനുള്ള വരം എനിക്ക് അങ്ങ് നൽകിയാലും. പരമേശ്വരൻ പറഞ്ഞു, അത് സാധ്യമല്ല പുത്ര. പാണ്ഡവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കുക അസംഭവ്യമാണ്. എന്നാൽ ഞാൻ നിനക്ക് മറ്റൊരു വരം നൽകാം. യുദ്ധത്തിൽ വളരെ സുപ്രധാനമായ ഒരു സന്ദർഭത്തിൽ, ഏറ്റവും നിർണായകമായ വേളയിൽ നിനക്ക് പാണ്ഡവരുടെ മുന്നേറ്റം തടയുവാൻ കഴിയും. അതിലൂടെ പാണ്ഡവർക്ക് ഒരിക്കലും നികത്തുവാൻ കഴിയാത്ത ഒരു വലിയ നഷ്ടം സമ്മാനിക്കുവാൻ നിനക്ക് കഴിയുകയും ചെയ്യും. എന്നാൽ പോലും നിനക്ക് അർജുനനെ തടഞ്ഞു നിർത്തുവാൻ കഴിയുകയില്ല. അർജുനൻ ഒഴിച്ച് ബാക്കി 4 പാണ്ഡവരുടെയും സുപ്രധാനമായ മുന്നേറ്റം യുദ്ധത്തിന്റെ ഏറ്റവും നിർണായകമായ സമയത്ത് നിനക്ക് തടയുവാൻ കഴിയുമെന്ന വരം ഞാൻ നിനക്ക് നൽകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് പരമേശ്വരൻ അപ്രത്യക്ഷനായി.